നമസ്കാരം. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, അത് ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് വ്യത്യാസം എന്താണെന്നൊക്കെ ഒന്ന് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണിത്. പൊതുവെ ഇതുവരെ ഞാൻ ബേസിക്സ് എന്ന് പറയുന്ന കുറെ വീഡിയോ സീരീസ് ഇട്ടിട്ടുണ്ട്, ഫണ്ടമെന്റൽ അനാലിസിസിന്റെ വീഡിയോ സീരീസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വീഡിയോ കൂടുതൽ ഇടാനുള്ള ഇത് കടക്കുകയാണ്. ഫണ്ടമെന്റൽ അനാലിസിസ് പ്രധാനവും തോന്നുന്ന വീഡിയോ ആ പ്ലേലിസ്റ്റിൽ തന്നെ ഇട്ടു പോകുന്നതാണ്. ബട്ട് ടെക്നിക്കൽ അനാലിസിസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കമ്പനികളെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും സെക്ടർ അനാലിസിസ് ആണ്. ഉദാഹരണത്തിന് കൊറോണ വന്ന സമയമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഫാർമ സെക്ടർ കുറച്ച് വരുമാനം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് പറയാം, എല്ലാവരും ഇപ്പം ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ എടുക്കുകയാണ്, ഇലക്ട്രിക് കാറുകൾ എടുക്കുന്നു, ഗവൺമെന്റ് പുഷ് ചെയ്യുന്നു ഇലക്ട്രിക് പ്രൊജക്റ്റുകൾ. അപ്പോൾ പൊതുവെ ഫോസിൽ ഫ്യൂവൽ ഓയിലൊക്കെ മാറ്റി പൊതുവെ ഒരു ഇലക്ട്രിക് യുഗത്തിലേക്കുള്ള ഒരു ചൂടുവെപ്പാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രിക് സെക്ടറിലെ നാച്ചുറലി നമുക്ക് പവർ സെക്ടറിലെ പവർ വേണ്ടി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന കമ്പനികൾ കച്ചവടം കൂടും, ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികൾ കച്ചവടം കൂടും. ഇതേപോലെയുള്ള കാർ കമ്പനികൾ, ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ അല്ലെ ഗ്രീൻ എനർജി പ്രൊഡ്യൂസിങ് കമ്പനികൾക്ക് കൂടുതൽ പുഷിങ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്, വേൾഡ് വൈഡ് ഉണ്ട്. ഇപ്പോഴുള്ള സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്ടറിനെ നമുക്ക് സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഒരു സെക്ടർ ഐഡന്റിഫൈ ചെയ്യാൻ വലിയ തലവേദനയൊന്നുമില്ല, ഒരു കോമൺ സെൻസ് മാത്രമാണ് സെക്ടർ ഐഡന്റിഫിക്കേഷൻ. ഈ സെക്ടറിന് ഭാവിയിൽ ബിസിനസ് കൂടാൻ സാധ്യതയുണ്ട്, ഇത് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന കമ്പനികളെയാണ്. ആ സെക്ടറിലെ ഏത് കമ്പനികളെ നമ്മൾ ചൂസ് ചെയ്യണം, ഏതൊക്കെയാണ് നല്ല കമ്പനികൾ, നല്ല പെർഫോമിങ്, നല്ല ഡിവിഡൻഡ് തരുന്നത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനുവേണ്ടിയാണ് ഈ ഫണ്ടമെന്റൽ അനാലിസിസ് ഫോക്കസ് ചെയ്യുന്നത്. കമ്പനികളുടെ ഫണ്ടമെന്റൽസ്, ബാലൻസ് ഷീറ്റ് അനാലിസിസ് ആണ്. അതിനുവേണ്ടി പല റേഷ്യോസ് ഉണ്ടാവും, എളുപ്പത്തിൽ അനലൈസ് ചെയ്യാൻ. ബാലൻസ് ഷീറ്റ് മുഴുവൻ പഠിക്കണമെന്നില്ല, 1-2 റേഷ്യോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു ധാരണ കിട്ടും കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച്. അങ്ങനെ സെക്ടറിൽ നിന്ന് കുറച്ച് കമ്പനികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലെ പ്രൈസിന്റെ മൂവ്മെന്റ് ചാർട്ട് ചെയ്യുക, പിന്നെ അതിന്റെ മുകളിൽ സ്റ്റഡി നടത്തി എപ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്താലെന്ന് ഒന്നുകൂടെ ബെറ്റർ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. ഇപ്പൊ ടെക്നിക്കൽ അനാലിസ്റ്റുകൾ പൊതുവെ പലരും ഫണ്ടമെന്റലുകളും സെക്ടറും പോലും അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം അവർ മാർക്കറ്റിന്റെ സൈക്കോളജിയാണ് നോക്കുന്നത്. അവരെന്തും ട്രേഡ് ചെയ്യും, കാരണം അത് കമ്പനി ഏതാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഇത് ആ ചാർട്ട് ചിലപ്പോൾ ഗോൾഡിന്റെ ആവാം, ആ ചാർട്ട് ചിലപ്പം കുരുമുളകിന്റെ ആവാം, അല്ലെങ്കിൽ കമ്പനിയുടെ ആവാം, എന്തും ആവാം. കാരണം ബേസിക് പ്രിൻസിപ്പിൾ ടെക്നിക്കൽ അനാലിസിസിൽ സിമിലർ ആണ്. ഏത് അണ്ടർലൈൻ കൊമോഡിറ്റി എന്താണെന്നുള്ളത് അത്ര വലിയൊരു ധാരണ നമ്മൾ അറിയേണ്ട ടെക്നിക്കൽ അനാലിസിസ് ആയിരിക്കാം. പക്ഷെ ഇത് മൂന്നുകൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഒരു പോർട്ട്ഫോളിയോ, നല്ലൊരു പ്രോഫിറ്റബിലിറ്റി എത്താം. നല്ലൊരു സെക്ടറിൽ നല്ലൊരു കമ്പനിയിൽ ടെക്നിക്കലി എൻട്രി ചെയ്യുന്നു. ഇപ്പൊ ടെക്നിക്കലി എൻട്രി ചെയ്യുന്നതിൽ ഇച്ചിരി തെറ്റുപറ്റും, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. നമ്മൾ ഉന്നം നോക്കി വെടിവെക്കുന്ന പോലുള്ളൊരു പ്രക്രിയയാണ്. അത് കറക്റ്റായിട്ട് എൻട്രി ചെയ്തില്ല, ചിലപ്പോൾ മുകളിലായിരിക്കും എൻട്രി ചെയ്യുന്നത്, മാർക്കറ്റ് താഴെ പോയിട്ടിരിക്കാം. പക്ഷേ കമ്പനി നല്ലതാണെങ്കിൽ എൻട്രി ഇച്ചിരി തെറ്റിയാലും ഭാവിയിലാണല്ലോ അത് മേക്കപ്പ് ചെയ്യും. അപ്പം അടുത്ത വീഡിയോയിൽ ഏതുതരം ചാർട്ടുകൾ ഉണ്ട്, ബാർ ചാർട്ട്, ക്യാൻഡിൽ സ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന 1-2 പ്രധാന ചാർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. അതെന്താണെന്ന് പറയാനായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.